വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്നൊരു ക്രിസ്പി ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ സ്നാക്ക് ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതിലേക്കായിട്ട് നമ്മളൊരു 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം പെരുംജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി അതൊന്ന് പൊടിച്ച് വെക്കണം, ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കുക. അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി വേണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിക്കൻ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇത് വേവിച്ചെടുക്കാൻ നേരം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലിൽ കുക്കറിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി പൊടിച്ച് വയ്ക്കുക. സവാള ഇപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല റെഡിയാക്കാം. നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3 സവാളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ പെരിഞ്ചീരകം എല്ലാം ചേർത്ത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിടാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഗരം മസാലയൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കളറിനായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ പൊട്ടാറ്റോയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. അപ്പോൾ മസാലയൊക്കെ പൊട്ടാറ്റോയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന പോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിടണം. അപ്പോൾ ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി ഉപ്പ് കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് ഒന്ന് ചൂടാക്കി ബ്രെഡ് ക്രംസ് ആയിട്ട് വെക്കണം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ മിക്സും അതുപോലെ മുട്ട അടിച്ചതും അതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ബോൾസ് ആയിട്ട് റെഡിയാക്കാം. അപ്പോൾ ബോൾസ് ആയിട്ട് റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബോളായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് എന്നാലാണ്, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടുള്ള ബോൾസായിട്ട് റെഡിയാക്കിയിട്ട് ആ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ആ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക, അതിൻ്റെ ഷേപ്പൊക്കെ പോവാതെ ഒന്ന് സൂക്ഷിച്ച് വേണം ആ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ബ്രെഡ് ക്രംസ് പൊതിഞ്ഞതിന് ശേഷം എണ്ണ ചൂടാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒന്ന് തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത്ര ക്രിസ്പി ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബോൾസൊക്കെ വേഗം റെഡിയാക്കിയിട്ട് ഇതുപോലെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് അതുപോലെ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കുക. അതുപോലെ ഈ ബോൾസ് ഒന്ന് റോൾ ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഒരേ സൈഡ് തന്നെ ഒരുപാട് നേരം ആ ഓയിലിൽ കിടന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡാർക്കായി പോകും കളർ. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തോളും.
അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ബോൾസ് കിട്ടണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾക്ക് ശരിക്കും ബാംബൂ സ്റ്റിക്കായിരുന്നു വേണ്ടത്, പക്ഷേ ഇപ്പോൾ നാട്ടിലാണുള്ളത്, അപ്പോൾ ഈർക്കിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത്തവണ ഈർക്കിളിൽ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഓരോ ക്രിസ്പി ബോളിലേക്കും ഈ ഈർക്കിൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുമ്പോഴും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ക്രിസ്പി ലോലിപോപ്പാണ്. അപ്പോൾ നമ്മൾ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.